ക്രേപ്പ് ഷിഫോൺ ഫാബ്രിക്കിൽ ലക്നവി എംബ്രോയിഡറി ആയിട്ടുള്ള സൽവാർ സെറ്റ് ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. നല്ലൊരു പേസ്റ്റൽ ടോണിലാണ് ഈ സെറ്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ടോപ്പും ദുപ്പട്ടയും നമുക്ക് ഫുള്ളായിട്ടും ലക്നവി എംബ്രോയിഡറിയും, ബോട്ടം വരുമ്പോൾ പ്ലെയിൻ ബോട്ടം ആണ് പെയർ ചെയ്തേക്കുന്നത്. ഇത് നമുക്ക് നല്ലൊരു ഡാർക്ക് ലാവൻഡർ ടോണിലായിട്ടാണ് വന്നേക്കുന്നത്. ഹാൻഡ് എംബ്രോയിഡറി ആണ് ചെയ്തേക്കുന്നത്. റേറ്റ് വന്നേക്കുന്നത് 2795 ആണ്. പിന്നെ നമുക്ക് വരുമ്പോൾ ലൈറ്റ് ഒരു പീച്ച് ടോണിലേക്ക് വരുന്നുണ്ട്. നല്ല എംബ്രോയിഡറി ചെയ്ത് സ്വീക്വൻസ് വർക്കൊക്കെ കൊടുത്ത് ലൈറ്റ് പീച്ച് കളറിലാണ് ഈ സെറ്റ് വരുന്നത്. ഗ്രേ ഷെയ്ഡ് വരുന്നുണ്ട്. ഡാർക്ക് ഗ്രേ കളറിലാണ് വന്നേക്കുന്നത്. ലൈറ്റ് ഒരു മൗ ഷെയ്ഡാണ് ഇതിൽ വന്നേക്കുന്നത്. സെയിം എംബ്രോയിഡറി പാറ്റേൺ തന്നെയാണ് എല്ലാത്തിലും ചെയ്തേക്കുന്നത്. ഇതിൽ വരുമ്പം ലൈറ്റ് ഗ്രേ കളറിലേക്ക് വരും. നല്ലൊരു പിങ്ക് ടോൺ, ലൈറ്റ് പിങ്ക് ടോൺ വരുന്നുണ്ട്. ലാവൻഡർ തന്നെ കുറച്ചും കൂടി ഒരു ലൈറ്റർ ടോണിലേക്കാണ് ഈ സെറ്റ് വന്നേക്കുന്നത്. നല്ലൊരു ടീൽ ബ്ലൂ ഷെയ്ഡിലേക്ക് വരുന്നുണ്ട്. ലാസ്റ്റ് നമ്മൾ കാണുന്ന മൗ ഷെയ്ഡ് തന്നെ കുറച്ചും കൂടി ഒരു ലൈറ്റർ ടോണിലേക്ക് വരുന്ന ഒരു സെറ്റാണ്. ഇത്രയും കളേഴ്സാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാം കളക്ഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ടുനോക്കാം. നമ്മുടെ ഫസ്റ്റ് കാണുന്ന പാറ്റേൺ ഇതാണ്. ഇതിൻ്റെ ആ ഒരു ഡിസൈൻ വരുമ്പോഴത്തേക്ക് നെക്കിലേക്ക് നമുക്ക് വരുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് നെക്ക് പാറ്റേൺ ചെയ്തേക്കുന്നത്. നല്ല തിക്കായിട്ടുള്ള ലക്നവി എംബ്രോയിഡറി, ഹാൻഡ് എംബ്രോയിഡറി ചെയ്തിട്ടാണ് ഇത് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഉള്ളിലൂടെയൊക്കെ നല്ല സ്വീക്വൻസ് വർക്ക് പോയിട്ടുണ്ട്. നല്ല ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ഫാബ്രിക്കാണ്. നമുക്ക് നല്ല ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ഫാബ്രിക്കാണ്. ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു എംബ്രോയിഡറി പാറ്റേൺ ആണ് വരുന്നത്. പ്ലെയിൻ ആയിട്ടുള്ള ബോട്ടം, അതുപോലെ ദുപ്പട്ട വരുമ്പോഴത്തേക്ക് നല്ല പ്യുവർ ഷിഫോൺ ദുപ്പട്ടയാണ്. ദുപ്പട്ടയിലും ഫുള്ളായിട്ട് നമുക്ക് എംബ്രോയിഡറി ആണ് ചെയ്തേക്കുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ ഔട്ട്ലുക്ക് നമുക്ക് വന്നേക്കുന്നത്. സെക്കൻഡ് നേരത്തെ ഞാൻ കാണിച്ചപ്പോൾ തന്നെ ഒരു ലൈറ്റർ ടോണിലേക്കാണ് വരുന്നത്. മൗ ഷെയ്ഡ് തന്നെ ഒരു ലൈറ്റർ ടോണിലേക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ. പിന്നെ നമുക്ക് സ്ലീവ് വരുമ്പോഴത്തേക്ക് എല്ലാത്തിലും സ്ലീവ് ടോപ്പിൻ്റെ എൻഡിലാട്ടോ കൊടുത്തേക്കുന്നത്. നല്ലൊരു ബോർഡറും കുഞ്ഞു കുഞ്ഞ് ഫ്ലവർ ഡിസൈനുമാണ് ചെയ്തേക്കുന്നത്. ബാക്ക് സൈഡ് വേറെ നമുക്ക് എംബ്രോയിഡറി പാറ്റേൺ വരുന്നില്ല, പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ഇങ്ങനെയാണ് നമുക്ക് ടോപ്പിൻ്റെ ആ ഒരു ഫുൾ പാറ്റേൺ വന്നേക്കുന്നത്. 2.5 മീറ്റർ ലെങ്ത്താണ് നമുക്ക് ടോപ്പിന് വരുന്നത്. അതുപോലെ തന്നെ ദുപ്പട്ട വരുമ്പോഴത്തേക്ക് ഇപ്പോൾ കാണിച്ചു വിടാം, നല്ല ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ഷിഫോൺ ദുപ്പട്ട. ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത്. നല്ലൊരു കളറാട്ടോ ഇത്. ബോട്ടം വരുമ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള സാൻഡ്യൂൺ സിൽക്കിൻ്റെ ബോട്ടാണ് പെയർ ചെയ്തേക്കുന്നത്. സെയിം പാറ്റേൺ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ടീൽ ബ്ലൂ ഷെയ്ഡിലാണ് ഈ സൽവാർ സെറ്റ് നമുക്ക് വന്നേക്കുന്നത്. നല്ലൊരു ഡാർക്ക് ലാവൻഡർ ടോണിലാണ് സെയിം പാറ്റേൺ ഇതിൽ റിപ്പീറ്റ് ചെയ്തേക്കുന്നത്. എല്ലാത്തിലും സെയിം ഡിസൈനും എംബ്രോയിഡറി പാറ്റേണും ആണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കളർ പറഞ്ഞു പോകുന്നത്. ഇത് നമുക്ക് സെയിം പാറ്റേൺ തന്നെ നല്ലൊരു പിങ്ക് ടോണിലാണ് വന്നേക്കുന്നത്. ലൈറ്റ് ഗ്രേ ടോണിലാണ് ഈ സെറ്റ് നമുക്ക് വരുന്നത്. ലൈറ്റ് പീച്ച് ആൻഡ് മൗ കളർ ഷെയ്ഡിലാണ് ഈ സൽവാർ സെറ്റ് നമുക്ക് വന്നേക്കുന്നത്. നല്ലൊരു ഡാർക്ക് ഗ്രേ ടോണിലാണ് ഈ സെറ്റ് നമുക്ക് വരുന്നത്. ലൈറ്റ് പീച്ച് ടോണിലാണ് ഈ സൽവാർ സെറ്റ് നമുക്ക് വന്നേക്കുന്നത്.